ഫുട്ബോൾ ചരിത്രത്തിൻ്റെ താളുകളിൽ സ്വന്തം ചോരയും വിയർപ്പും കൊണ്ട് ഇതിഹാസകാവ്യം രചിച്ച ഒരേയൊരു നാമം. 5 ലോകകപ്പുകളുടെ ഗോൾമുഖങ്ങളെ തൻ്റെ ബൂട്ടിനാൽ പ്രകമ്പനം കൊള്ളിച്ച ഏക സിംഹാസനാധിപൻ. മദീന എന്ന കൊച്ചുദ്വീപിലെ ദാരിദ്ര്യത്തിൻ്റെ ഇരുളിൽ നിന്നും കാൽപന്തിൻ്റെ വസന്തത്തിലേക്ക് നടന്നു കയറിയ പയ്യൻ ഇന്ന് ലോക ഫുട്ബോളിൻ്റെ നെറുകയിലാണ്. ക്ലബ് ഫുട്ബോളിലെ ആകാശഗോപുരങ്ങളും അന്താരാഷ്ട്ര വേദികളിലെ അപ്രമാദിത്വം കീഴടക്കി റെക്കോർഡുകളുടെ തമ്പുരാനായി മാറിയ ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവേറോ. Wreathed in red, restored to this great gallery of the game, a walking work of art. എന്നാൽ വിജയങ്ങളുടെ കൊടുമുടികൾ ഒന്നൊന്നായി കീഴടക്കിയിട്ടും ലോകം കീഴടക്കിയ ആ വിരലുകൾക്കിടയിൽ ഇന്നും ഒരു മഹാസിംഹാസനത്തിൻ്റെ കുറവുണ്ട്. ഫുട്ബോൾ ലോകത്തിൻ്റെ ആത്മാവായ ആ സുവർണ ലോകകപ്പ് ട്രോഫി. തൻ്റെ കരിയറിൻ്റെ സായം സന്ധ്യയിൽ വിടവാങ്ങൽ പ്രഖ്യാപനങ്ങൾക്ക് തൊട്ടരികൾ നിൽക്കുമ്പോഴും ഈ പോരാളിയുടെ കണ്ണുകളിൽ കണലായി എറിയുന്നത് ആ ഒരൊറ്റ സ്വപ്നം മാത്രമാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള കാൽപന്ത് പ്രേമികൾ നെഞ്ചിരപ്പോടെ ഉറ്റുനോക്കുന്നതും ആ ഒരൊറ്റ ചോദ്യത്തിലേക്കാണ്: റൊണാൾഡോയുടെ ആ ജന്മാഭിലാഷം പൂവണിയുമോ, അതോ വിശ്വകിരീടമില്ലാത്ത രാജാവായി CR7 കളമിടുമോ? നമുക്ക് ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലാണ്ടുപോയ താളുകളിലേക്കൊന്ന് കണ്ണോടിക്കാം. 2006 ജർമ്മനിയുടെ മണ്ണിൽ വിശ്വപോരാട്ടത്തിന് കൊടിയേറുമ്പോഴാണ് ചുരുണ്ട മുടിയും വശ്യമായ പുഞ്ചിരിയുമായി ആ പോർച്ചുഗീസ് വിസ്മയം ലോകകപ്പിലേക്ക് ആദ്യമായി ചുവടുവെക്കുന്നത്. അന്ന് ലൂയിസ് ഫിഗോ, ഡെക്കോ തുടങ്ങിയ മാന്ത്രികന്മാരുടെ നീലിൽ തുടങ്ങി പോർച്ചുഗലിനെ സെമിഫൈനലിൻ്റെ പടിവാതിലിക്കൽ വരെ എത്തിക്കാൻ ആ 21കാരന് സാധിച്ചു. ഫ്രാൻസിന് മുന്നിൽ നിർഭാഗ്യം കണ്ടുകൊണ്ട് തോറ്റുപോയെങ്കിലും അക്കാലയളവിൽ പോർച്ചുഗൽ കണ്ട ഏറ്റവും ധീരമായ മുന്നേറ്റമായിരുന്നു അത്. അന്ന് ഫുട്ബോൾ ലോകം ഉറപ്പിച്ചു പറഞ്ഞു ഇവൻ നാളേക്കുള്ള ഒരു മുതൽക്കൂട്ടാണെന്ന്. 2010 സ്പെയിനിൻ്റെ ടിക്കിടാക്ക് മുന്നിലും 2014 ഗ്രൂപ്പ് ഘട്ടത്തിലും പോർച്ചുഗൽ കാലിടറി വീണു. തളരാത്ത മനസ്സുമായി 2018 റഷ്യയിലെത്തിയ റൊണാൾഡോ സ്പെയിനെതിരെ നേടിയ ആ ഐതിഹാസിക ഹാട്രിക് എന്നും നമ്മുടെ മനസ്സിലുണ്ട്. ഫ്രീ കിക്കിലൂടെ ഡേവിഡ് ഡിഹയെ കാഴ്ചക്കാരനാക്കി അദ്ദേഹം പന്ത് വലയിലെത്തിച്ചപ്പോൾ കമൻറ്റേറ്റർ വിളിച്ചു പറഞ്ഞു, "ദി മാൻ ഫോർ ദി ബിഗ് ഒക്കേഷൻസ്." പക്ഷേ അക്കൊല്ലവും പ്രീ ക്വാർട്ടറിൽ ഉറുഗ്വേക്ക് മുമ്പിൽ പോർച്ചുഗലിൻ്റെ യാത്ര അവസാനിച്ചു. യൂറോപ്യൻ കിരീടവും നാഷണൽ ലീഗും പോർച്ചുഗലിൻ്റെ ഷെൽഫിലെത്തിച്ച ആ നായകന് പക്ഷേ ലോകകപ്പിൻ്റെ മാന്ത്രിക ചെപ്പ് തുറക്കാൻ മാത്രം സാധിച്ചില്ല. മൈതാനത്ത് ആ ഭാഗ്യം പലപ്പോഴും അവരിൽ നിന്ന് വഴിമാറി നടന്നു. യൂറോപ്യൻ കിരീടവും നാഷണൽ ലീഗും പോർച്ചുഗലിൻ്റെ ഷെൽഫിലെത്തിച്ച നായകന് പക്ഷേ ലോകകപ്പിൻ്റെ മാന്ത്രിക ചെപ്പ് തുറക്കാൻ മാത്രം സാധിച്ചില്ല. കളിമൈതാനിൽ പലപ്പോഴും നിർഭാഗ്യം അവരെ വേട്ടയാടി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞുപോയ ഖത്തർ ലോകകപ്പ് റൊണാൾഡോ ആരാധകരുടെ നെഞ്ചിൽ ഒരു വലിയ മുറിവാണ് സമ്മാനിച്ചത്. തൻ്റെ കരിയറിലെ ഏറ്റവും മോശം ഫോമിലൂടെ കടന്നുപോയ നാളുകൾ. പരിശീലകനുമായുള്ള അസ്വാരസ്യങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തെ സ്റ്റാർട്ടിംഗ് 11 നിന്ന് പോലും പുറത്താക്കി. ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയോട് തോറ്റ് വിതുമ്പുന്ന ഹൃദയത്തോടെ കണ്ണീർ വാർത്തുകൊണ്ട് ടണലിലൂടെ തനിച്ച് നടന്നു പോയ റൊണാൾഡോയുടെ ആ ചിത്രം ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം ഒരു നൊമ്പരമായി അവശേഷിക്കും. അസ്തമയ സൂര്യനെ പോലെ റൊണാൾഡോയുടെ ലോകകപ്പ് അധ്യായം അവിടെ അവസാനിച്ചെന്ന് പലരും വിധി എഴുതി. എന്നാൽ ആ ആഗ്രഹത്തിന് മാറ്റിക്കൂട്ടിയ കനലിൽ എണ്ണയൊഴിച്ച് മട്ടിലുള്ള മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. അതാണ് ലിയണൽ മെസ്സിയുടെ ലോകകപ്പ് വിജയം. പതിറ്റാണ്ടുകളായി ഫുട്ബോൾ ലോകത്തെ ഇരുദുരങ്ങളിലിരുന്ന് ഭരിച്ച മെസ്സി റൊണാൾഡോ യുദ്ധത്തിൽ മെസ്സി വിശ്വകിരീടം ചൂടിയതോടെ CR7നേക്കാൾ ഒരു പിടി മുന്നിലെത്തിയെന്ന് പലരും വാദിച്ചു തുടങ്ങി. ഇരുവരും തമ്മിലുള്ള ഗോട്ട് തർക്കങ്ങൾക്ക് അതോടെ അവസാനമായി എന്ന് ഫുട്ബോൾ പണ്ഡിറ്റുകൾ എഴുതിവെച്ചു. ഇത് റൊണാൾഡോ എന്ന അഹന്തയുള്ള പോരാളിയുടെ ഉള്ളിലെ വാശിയെ എത്രത്തോളം ഉണർത്തിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. കാരണം പ്രതിസന്ധികളിൽ വീണു പോകാനല്ല, അവയെ ചവിട്ടുപടികളാക്കി ഉയർത്തെഴുന്നേൽക്കാനാണ് റൊണാൾഡോ പഠിപ്പിച്ചിട്ടുള്ളത്. യൂറോപ്പിൻ്റെ രാജകീയ വേദികളിൽ നിന്നും സൗദി മണ്ണിലെ അൽ നസറിലേക്ക് മാറിയിട്ടും പ്രായമെന്ന സംഖ്യയെ വെല്ലുവിളിച്ച് അദ്ദേഹം ഗോൾ അടിച്ചു കൂട്ടുകയാണ്. ഇപ്പോഴും അന്താരാഷ്ട്ര പോരാട്ടങ്ങളിൽ പോർച്ചുഗലിൻ്റെ വിജയരഥം നയിക്കാൻ അദ്ദേഹം തന്നെയാണ് മുന്നിൽ. വരാനിരിക്കുന്ന ലോകകപ്പിൻ്റെ യുദ്ധഭൂമിയിൽ ഒരൊറ്റ തവണ കൂടി ബൂട്ട് കെട്ടാനും ആ സുവർണ്ണ കിരീടത്തിൽ മുത്തമിട്ട് തൻ്റെ കരിയർ പൂർണ്ണമാക്കാനും റൊണാൾഡോയുടെ ഉള്ളിലെ വേട്ടക്കാരൻ കാത്തിരിക്കുകയാണ്. അത് വെറുമൊരു ആഗ്രഹം മാത്രമല്ല, മറിച്ച് ചരിത്രത്തോട് അദ്ദേഹത്തിന് ചെയ്യാനുള്ള ഒരു കണക്കു തീർക്കലാണ്. ഇനി നമുക്ക് വർത്തമാനകാലത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാം. വരാനിരിക്കുന്ന ലോകകപ്പിൽ പോർച്ചുഗലിന് എത്രത്തോളം സാധ്യതകളുണ്ട്? തീർച്ചയായും ചരിത്രത്തിലെ ഏറ്റവും സന്തുലിതവും മാരകവുമായ ഒരു ടീം തന്നെയാണ് ഇന്നത്തെ പോർച്ചുഗൽ ടീം. പഴയതുപോലെ റൊണാൾഡോ എന്ന ഒറ്റമനത്തെ ആശ്രയിച്ച് നിന്നിരുന്ന കാടല്ലെന്ന് പോർച്ചുഗൽ, മറിച്ച് പ്രതിഭകളുടെ ഒരു വലിയ വനം തന്നെയാണ്. മിഡ്ഫീൽഡിൽ കളിമനയുന്ന ബ്രൂണോ ഫെർണാണ്ടസും ബെർണാർഡോ സിൽവയും, വിങ്ങുകളിൽ കൊടുങ്കാറ്റായി മാറുന്ന റാഫേൽ ലിയാവോയും പെഡ്രോ നെറ്റോയും, പ്രതിരോധം കോട്ടകാക്കുന്ന റൂബൻ ഡയസും ഒത്തുചേരുമ്പോൾ അതൊരു സ്വപ്ന സംഘമായി മാറുന്നു. യുവാക്കളുടെ ചോരത്തിളപ്പും പരിചയസമ്പന്നരുടെ തന്ത്രങ്ങളും ഈ ടീമിനുണ്ട്. ഇന്ന് റൊണാൾഡോയ്ക്ക് നൽകുന്ന ഒരു ആശ്വാസം ചെറുതല്ല. മുൻകാലങ്ങൾ ടീമിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റേണ്ട ഭാരമുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ആ സുവർണ്ണ തലമുറയ്ക്ക് മുന്നിൽ റൊണാൾഡോയ്ക്ക് തൻ്റെ റോൾ കൃത്യമായി നിർവചിക്കാം. ബോക്സിനുള്ളിലെ ഒരു മാരക ഫിനിഷറായി വശങ്ങളിൽ നിന്ന് വരുന്ന ക്രോസുകളെ ഗോളുകളാക്കി മാറ്റുന്ന ആ പഴയ വേട്ടക്കാരൻ്റെ റോളിലേക്ക് അദ്ദേഹത്തിന് മാറാൻ കഴിയും.
തന്ത്രങ്ങൾ പിഴക്കാതിരുന്നാൽ ഈ ടീമിന് ലോകകപ്പ് കിരീടം വാനിലുയർത്താൻ എല്ലാ കരുത്തുമുണ്ട്. എന്നാൽ ഈ സ്വപ്നവഴിയിൽ വൻ വെല്ലുവിളികളും കാത്തിരിപ്പുണ്ട്. ഏറ്റവും പ്രധാന വെല്ലുവിളി പ്രായം തന്നെയാണ്. വരാനിരിക്കുന്ന ലോകകപ്പിൻ്റെ വേദിയിൽ പന്തിരുളുമ്പോൾ റൊണാൾഡോക്ക് പ്രായം 41 കടക്കും. ഈ പ്രായത്തിൽ ലോകകപ്പ് പോലെയുള്ള കഠിനമായ ടൂർണമെൻറ്റിലെ ഉയർന്ന തീവ്രതയും ശാരീരിക ക്ഷമതയും കാത്തുസൂക്ഷിക്കുക എന്നത് മാനുഷികമായി വലിയൊരു പരീക്ഷണമാണ്. വേഗതയേറിയ ആധുനിക ഫുട്ബോളിൽ 90 മിനിറ്റും ഒരേ ഊർജ്ജത്തോടെ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതുപോലെ തന്നെ പരിശീലകൻ റൊണാൾഡോയെ എങ്ങനെ ഉപയോഗിക്കുമെന്നും നിർണായകമാണ്. എല്ലാ മത്സരങ്ങളിലും ആദ്യ 11 കളിച്ച് ടീമിൻ്റെ സ്വാഭാവിക ശൈലിയെ ബാധിക്കണോ അതോ കളി തീർക്കാൻ കെൽപ്പുള്ള ഒരു സൂപ്പർ സബായി വരണോ എന്ന തർക്കങ്ങൾ ഇനിയും ഉയർന്നേക്കാം. കൂടാതെ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, കനത്ത ടീമിലുള്ള അർജന്റീന തുടങ്ങിയ അതിശക്തരായ എതിരാളികളെ വെട്ടിമാറ്റുക എന്നതും പോർച്ചുഗലിന് എളുപ്പമാകില്ല. റോണോയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പരമസത്യമാണ്. പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്തിലല്ല, കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഉള്ളിടത്താണ് അത്ഭുതങ്ങൾ ജനിക്കുന്നത്. തനിക്കെതിരെ ഉയർന്ന എല്ലാ പരിഹാസങ്ങൾക്കും ചോദ്യങ്ങൾക്കും മൈതാനത്ത് ഗോളുകൾ കൊണ്ട് മറുപടി നൽകിയ ചരിത്രമേ അദ്ദേഹത്തിനുള്ളൂ. ലോകകപ്പ് നേടുക എന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ അവസാന അധ്യായമാണ്. അത് പൂവടിയുമോ ഇല്ലയോ എന്നത് കാലത്തിൻ്റെ ഗർഭപാത്രത്തിലാണ്. എന്നാൽ ആ ഒരൊറ്റ സ്വപ്നത്തിനായി അദ്ദേഹം തൻ്റെ കരിയറിലെ അവസാന തുള്ളി വിയർപ്പും ചോരയും ആ പച്ചപ്പുലിൽ ഒഴിക്കുമെന്നതിൽ തർക്കമില്ല. കാൽപന്തിനെ പ്രണയിക്കുന്ന ഏതൊരു മനുഷ്യനും, അവൻ മെസ്സി ആരാധകനാകട്ടെ റൊണാൾഡോ ആരാധകനാകട്ടെ, ഈ ഇതിഹാസം തൻ്റെ കരിയറിൻ്റെ അവസാന നിമിഷത്തിൽ ആ വിശ്വകിരീടം ചൂടി നിൽക്കുന്ന വൈകാരിക നിമിഷത്തിനായി എവിടെയോ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഫുട്ബോൾ എന്ന കളിയോട് അദ്ദേഹം കാണിച്ച സമർപ്പണത്തിന് കാലം കാത്തുവെക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും അത്. Madeira, Manchester, Madrid, Turin and Manchester again. Wreathed in red.